സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച അല്ലേ? ഒരു കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ അദാബുകൾ ഇറങ്ങുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് സഫറിലെ ഒടുവിലെ ബുധനാണത്രേ. ലക്ഷക്കണക്കിന് അദാബുകൾ ഇറങ്ങുമ്പോൾ ആ അദാബുകളിൽ നിന്ന് നമുക്കെങ്ങനെ രക്ഷ നേടാൻ പറ്റും? ഈ ദിവസം, അതായത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ച, അതിൻ്റെ രാത്രിയിലും പകലിലും വളരെയേറെ ശ്രദ്ധയോടെ നാം ചൊല്ലേണ്ട ചില ദിക്റുകളും ആയത്തുകളും മാത്രം പറയാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അത് ഓതുന്നതിലൂടെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായ മനോഹരമായൊരു പ്രഭാതവും നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ദിവസവും സമ്മാനമായി തന്ന് നാഥനായ കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഹംദിൻ്റെ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് സാക്ഷാത്കരിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഒരു പക്ഷേ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ഒടുവിലെ ബുധൻ എന്നൊക്കെ. എന്താണ് ഈ ഒടുവിലെ ബുധൻ എന്ന് പറഞ്ഞാൽ? എല്ലാ മാസങ്ങളിലെയും ഒടുവിലെ ബുധൻ ചില പ്രശ്നങ്ങളുള്ള ബുധനാഴ്ചയാണത്രേ. അക്കൂട്ടത്തിൽ തന്നെ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ അദാബുകൾ ഇറങ്ങുന്ന ഒരു ദിവസമായി സഫർ മാസത്തിലെ അവസാനത്തെ ബുധനെ പരിചയപ്പെടുത്താറുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം അപകടങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സമയങ്ങൾ, ചില മാസങ്ങൾ, ചില ഒരു നിമിഷങ്ങൾ, അങ്ങനെ തുടങ്ങി ചില വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വലിയ പ്രത്യേകത നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും അങ്ങനെ പ്രത്യേകത നൽകിയിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ദിവസം, ചില സ്ഥലം, ചില സമയം ഇതൊക്കെ ബറക്കത്ത് കുറഞ്ഞതായിട്ടും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് അനുവാദം ചോദിക്കുമ്പോൾ ഇന്ന ദിവസം പോയിക്കോ, അതായത് ഇന്ന് പോകണ്ട അല്ലെങ്കിൽ നാളെ പോകണ്ട എന്ന് ചില ദിവസങ്ങളെ മുത്തുനബി വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിണർ കുഴിക്കാനായിട്ടൊരു സ്ഥലം നോക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് കുഴിക്കണ്ട, അതവിടെ കുഴിച്ചോളൂ, അതായത് ഈ സ്ഥലം ബറക്കത്തില്ലാത്തതാണ് എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ? നമ്മൾ ഈ മാങ്കാര്യങ്ങളിൽ പഠിച്ചൊരു കാര്യമുണ്ട്, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. അപ്പം നന്മ മാത്രമല്ല തിന്മയുണ്ട്, തിന്മ മാത്രമല്ല നന്മയുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് കൃത്യമായ ഇസ്ലാമിൻ്റെ വശങ്ങളെ പഠിക്കാൻ പറ്റുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും രാത്രി ഒരു സ്ഥലത്ത് തമ്പടിക്കുന്നുണ്ട്. രാവിലെ മുത്തുനബി തങ്ങൾ പെട്ടെന്ന് എണീറ്റിട്ട് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബ വാ നമുക്ക് ഇവിടുന്ന് പോവാം. നബി ഇത്തിരി റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയിക്കൂടെ? ഇല്ല സ്വഹാബ, ഇത് അള്ളാഹു ഏതോ ഒരു സമയത്ത്, അതായത് മുൻകാല സമുദായങ്ങളിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അദാബ് ഇറക്കിയ ഒരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വേണ്ട, ഇതൊരു ബറക്കത്തില്ലാത്ത സ്ഥലമാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്. ചില സമയങ്ങൾക്ക് ബറക്കത്തുണ്ട് കേട്ടോ, ചില സമയങ്ങൾക്ക് ബറക്കത്തുണ്ട്, ചില സമയങ്ങൾക്ക് ബറക്കത്തില്ല. അല്ലേ? ബറക്കത്തുള്ള ചില സമയങ്ങളെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ ചില സമയങ്ങളിൽ ബറക്കത്തില്ല എന്നാണ്. സൂറത്തുൽ ഖമറിലെ 19-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കിയേ. ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറാ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ. ഉണ്ടോ? ആദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ വിട്ടുമാറാത്ത നെഹസ് ദിനം, ഒരു നെഹസ് ദിനത്തിൽ ഒരു എന്താ പറയുക, ബറക്കത്തില്ലാത്ത ദുശകുനം പിടിച്ച ഒരുതരം ദിവസത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ശക്തമായ കാറ്റുകൊണ്ടാണ് ആദ് സമൂഹത്തെ നശിപ്പിച്ച് കളഞ്ഞതെന്ന് ഖുർആൻ. മനസ്സിലാകുന്നുണ്ടോ? ആ കാറ്റ് വന്ന ദിവസത്തെ അള്ളാഹു നെഹസിൻ്റെ ദിനമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ശരി, ഒരു ബറക്കത്തില്ലാത്ത ദിവസമാണ്. മഹാനായ ഇമാം ഹാഫിളു സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടെ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ആഖിറു അർബിയാഇൻ ഫിശ്ശഹരി യൗമിൻ മുസ്തമിർ. എല്ലാ മാസങ്ങളിലെയും അവസാനത്തെ ബുധനാഴ്ച നെഹസ് ഉള്ളതിനാൽ ബറക്കത്ത് കുറഞ്ഞ ദിവസമാണ് അത്രേ. എന്താണ്? എല്ലാ മാസങ്ങളിലെയും അവസാനത്തെ ബുധനാഴ്ച നെഹസ് ഉള്ളതുകൊണ്ട് അതിൽ അല്പം ബറക്കത്ത് കുറവാണ് അത്രേ. നമ്മൾ ഒന്ന് കരുതിയിരിക്കണം കേട്ടോ.
ഒന്ന് കരുതിയിരിക്കണം. എല്ലാ മാസങ്ങളിലെയും അവസാനത്തെ ബുധനാഴ്ച ഒന്ന് കരുതിയിരിക്കണം. ആ കൂട്ടത്തിൽ സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയ്ക്ക് ഇത്തിരി ഗൗരവം കൂടുതലാണ്. മഹാനായ ഇമാം ദൈറബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ മുജറബാത്തുകളിലടക്കം ഉദ്ധരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചുവട്ടിൽ നിന്ന് 3 ലക്ഷത്തിൽ പരം അദാബുകൾ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണത്രേ സഫറിലെ അവസാനത്തെ ബുധനാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ വാനലോകത്ത് നിന്ന് 3 ലക്ഷത്തിൽ പരം അദാബുകൾ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണത്രേ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാണ്? അപ്പോൾ എത്ര നമ്മൾ സൂക്ഷിക്കണം? മഹാനായ ഇമാം ദൈറബി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണിത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലേ, അവിടുത്തെ ജീവിതത്തിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ നിന്ന് റബീഉൽ അവ്വലിൽ വഫാത്താകുന്നുണ്ട് അല്ലേ. ആ വഫാത്താകുന്നതുമായി ബന്ധപ്പെട്ട് അവിടത്തേക്ക് പനി ബാധിക്കുന്നത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. അങ്ങനെ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ബാധിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ, മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കൊന്ന് മാറ്റിവെക്കാം. പിന്നെ നെഹ്സുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് കേട്ടോ. ഇത് വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമോ, വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തോ അങ്ങനെയൊന്നുമില്ല. ഇത് ഇങ്ങനെ നെഹ്സുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ നെഹ്സില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ വിശ്വസിക്കാനും ധാർമ്മികമായ അവകാശം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായും ഇത് വിശ്വസിച്ചേ പറ്റൂ എന്നൊന്നും ഒരാളും അവകാശപ്പെടേണ്ട കാര്യമില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഖളാ ആകാതെ കൃത്യമായിട്ട് സുബ്ഹി നിസ്കരിച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അപകടം അവനെ ബാധിക്കൂല. എങ്ങനെ? ഒരു മനുഷ്യൻ കൃത്യമായിട്ട് ഖളാ ആകാതെ സുബ്ഹി നിസ്കരിച്ചു, ഇഖ്ലാസോടെ അവൻ സുബ്ഹി നിസ്കരിച്ചിട്ട് അവൻ ദുആയൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അപകടവും അവനെ ബാധിക്കില്ല എന്ന് മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ച പരിപാടികളുണ്ടാവും. മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തു, ഈ ബുധനാഴ്ചയാണ് മകളുടെ കല്യാണം വെച്ചേക്കണം, ഉസ്താദെ മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ബുധനാഴ്ചയാണ് വീടിൻ്റെ പരതാമസം വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ കുറ്റിയടിക്കൽ വെച്ചേക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നമുക്കെങ്ങനെ ഉപദ്രവങ്ങളില്ലാതെ നടത്താൻ പറ്റും? നമുക്ക് നടത്തണ്ടേ? അതായത് ഇങ്ങനെ ഒരു ദിവസം ഇമാമിങ്ങളിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇത്രയും ലക്ഷക്കണക്കിന് അദാബുകൾ ഇറങ്ങുന്ന ദിവസമാണ്. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി പനി ബാധിച്ച വഫാത്തിലേക്ക് നയിച്ച പനി ബാധിക്കുന്ന ദിവസം സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് എന്നൊക്കെ ചില ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ട ഈ ദിവസം നമ്മളൊന്ന് ഭയപ്പെട്ടിരിക്കണത് നല്ലതാണ്. എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് അല്ലേ, അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന് പടച്ച റബ്ബിനോട് കാവൽ തേടിക്കൊണ്ട് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഇനി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അന്നത്തെ ദിവസം നമുക്ക് സംരക്ഷണം വേണം, രക്ഷ ലഭിക്കണം. അതായത് അതിൻ്റെ രാത്രിയിലും പകലിലും നമുക്ക് രക്ഷ ലഭിക്കണം. നമ്മിലേക്ക് ഒരു അദാബും വരാൻ പാടില്ല. നമ്മിലേക്കോ നമ്മുടെ മക്കളിലേക്കോ നമ്മുടെ ഇണകളിലേക്കോ ഒരു അദാബും വരാത്തവണ്ണം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് കൃത്യമായി ഖളാ ആകാതെ ഈ ബുധനാഴ്ച ദിവസം സുബ്ഹ് നിസ്കരിക്കാം. അങ്ങനെ കൃത്യമായി ഖളാ ആകാതെ സുബ്ഹ് നിസ്കരിക്കുക. അതിനുശേഷം സുബ്ഹിയുടെ അദ്കാറുകളെല്ലാം ചൊല്ലി ദുആയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ദുആയിന് മുമ്പ് എങ്ങനെ ആയിക്കോട്ടെ, സുബ്ഹിയിൽ നമ്മൾ സുബ്ഹിക്ക് ശേഷം ചൊല്ലേണ്ട ദിക്റുകളുണ്ടല്ലോ, അതൊക്കെ ചൊല്ലിയതിന് ശേഷം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ദിവസം രാവിലെ 3 തവണ ചൊല്ലി ഇറങ്ങിയാൽ വൈകുന്നേരം വരെ അവർക്ക് പ്രത്യേകമായ സംരക്ഷണമാണ്, അപകടങ്ങളിൽ നിന്ന് കാവലാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ദിക്ർ പഠിപ്പിച്ച അന്നാണ് ഇൻഷാ അല്ലാഹ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നതും ആ പോകുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും വാഹനത്തിന് അത്രമേൽ പരിക്കേറ്റിട്ടും കരുണക്കടലായ റബ്ബ് ഈ വിനീതനെ രക്ഷപ്പെടുത്തിയത്. നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ടുമാണ്. അപ്പോൾ ഈ ദിക്ർ അന്ന് പഠിപ്പിച്ചിട്ട് ഇത് ചൊല്ലിയാണ് നമ്മൾ ഇറങ്ങിയത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ദിക്ർ 3 തവണ ഒന്ന് ചൊല്ലുക. എന്നാലും ചൊല്ലേണ്ടത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. എന്താ അതിൻ്റെ ആശയം? അള്ളാഹുവിൻ്റെ നാമം എൻ്റെ കൂടെ ഉള്ളതോടൊപ്പം ആകാശഭൂമികളിലെ ഒരു ഉപദ്രവവും എന്നെ തൊടില്ല, ഒന്നിനും എന്നെ തൊടാൻ പറ്റില്ല. ആ ബോധ്യത്തിൽ അത് ചൊല്ലണം. ഇനി രണ്ടാമതായി
അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അല്ലേ? അള്ളാഹു പടച്ച എല്ലാ വസ്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും പടച്ച റബ്ബിൻ്റെ കെലിമത്തുകൾ കൊണ്ട്, അവൻ്റെ നാമങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ മഹാന്മാരുടെ അർവാഹകൾ കൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. നല്ല ഇഖ്ലാസോടെ 3 തവണ ചൊല്ലാം. ഇനിയോ മറ്റൊരു ദിക്ർ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെങ്കിൽ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അതും എങ്ങനെ വേണമെങ്കിലും അത് 3 തവണ നമ്മളൊന്ന് ചൊല്ലാം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്കറാണിത്. ഈ ദിക്കർ ചൊല്ലിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ പ്രത്യേകമായ പരിരക്ഷ അള്ളാൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് 3 തവണ ഈ ദിക്കറൊന്ന് ചൊല്ലാം. പിന്നെ നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കാവൽ ലഭിക്കാൻ എല്ലാ ദിവസവും പതിവാക്കേണ്ട ആയത്തുകളിൽപ്പെട്ട 2 ആയത്തുകൾ പറഞ്ഞു തരട്ടെ. അത് നമ്മൾ ഈ പറയുന്ന ബുധനാഴ്ചയും ഒന്ന് പാരായണം ചെയ്യുക. അതേതാണ്? സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത്, ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യാം. അതിനുശേഷം സൂറത്തു യാസീനിലെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം അതുകൂടെ 3 തവണ ഒന്ന് പാരായണം ചെയ്യുക. നേരത്തെ പറഞ്ഞ ലഖദ് ജാഅക്കും തുടങ്ങി അതും 3 തവണ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് ഏറ്റവും ചുരുങ്ങിയത് 3 തവണ. ഇതൊക്കെ 3 തവണ ഏറ്റവും ചുരുങ്ങിയ നിലക്കാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ കൃത്യമായി 5 കാര്യങ്ങളും 3 തവണ വെച്ച് ഒന്ന് പാരായണം ചെയ്യുക. എന്നിട്ട് അള്ളാഹിനോട് മനസ്സറിഞ്ഞ് നമ്മൾ ദുആരക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ആ ദിവസത്തിൻ്റെ എല്ലാ അപകടങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമുക്ക് കാവൽ നൽകട്ടെ. ഇനി എല്ലാ ദിവസവും അത് ഈ പ്രത്യേകിച്ച് സഫറിലെ അവസാനത്തെ ബുധനിൽ ഏത് സമയത്താണെങ്കിലും അല്ല, ഇനി എല്ലാ ദിവസവും സഫറിലെന്നല്ല ഏത് ദിവസത്തിൻ്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ പതിവായി ചൊല്ലേണ്ട ചില കാര്യങ്ങളുണ്ട്. രാവിലെ സുബ്ഹ് കഴിഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതുക, ഒരു സൂറത്തുൽ ഫാത്തിഹ. അതിനുശേഷം ഖുൽ ഹുവല്ലാഹു സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ, സൂറത്തുൽ ഫലക്ക് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് 1 തവണ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 തവണ, അതുപോലെ തന്നെ ആയത്തുൽ കുർസി 1 തവണ. ഇതെല്ലാം ഓതിയിട്ട് തൻ്റെ 2 കൈ ഉണ്ടല്ലോ, വലത് കൈ ഇടത് കൈ, ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് ശരീരം മുഴുവനൊന്ന് തടവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ അദാബുകളിൽ നിന്നും അന്നത്തെ ദിവസത്തിൻ്റെ അദാബുകളിൽ നിന്ന് ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് കാവൽ തരുമെന്ന് മഹാരഥന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. അപ്പോൾ ഇതുകൂടെ ഒന്ന് പതിവാക്കാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ദിവസത്തിൽ മാത്രമല്ല ഏതൊരു ദിവസത്തിൻ്റെയും അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, പ്രത്യേകിച്ച് ഈ സഫറിലെ അവസാനത്തെ ബുധനിലെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ മനുഷ്യൻ അള്ളാൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുക. അള്ളാൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താൽ അസ്വതക്കത്തു റദ്ദുൽ ബലാ, അല്ലേ? എല്ലാ അപകടങ്ങളെയും സ്വതക്ക തടയുമെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തിനാ നമ്മൾ അമാന്തിക്കണേ? സ്വതക്ക ചെയ്യുക. ഇന്നത്തെ രാത്രിയും നാളത്തെ പകലുമൊക്കെ ആയിട്ട് നമുക്ക് സ്വതക്ക ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകം ഡെയിലി ഹദിയ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി റാഹത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് കടന്നു വരുന്ന ബുധനാഴ്ച രാവുണ്ടല്ലോ, അതായത് സഫറിലെ അവസാനത്തെ ബുധൻ, അതിൻ്റെ രാത്രി നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടിയൊന്ന് ദുആ ചെയ്യണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ കൃത്യം 7:15 7:15 വേണം 7:30 വേണം, നിങ്ങൾ പറഞ്ഞു അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. 7:15 ആകുമ്പോൾ 7:45 എല്ലാ പരിപാടിയും തീരും, 7:30 ആകുമ്പോൾ 8 മണിക്ക് എല്ലാ പരിപാടിയും തീരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാങ്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചോദിക്കുന്നത്. 7:15 വേണം 7:30 വേണം, നിങ്ങൾ പറയാം. നമുക്ക് ഇന്ന് രാത്രി അത്തരമൊരു മജ്ലിസ് സംഘടിപ്പിക്കണം. എന്നിട്ട് മനസ്സറിഞ്ഞ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും നാഥനായ റബ്ബിനോട് കാവൽ തേടണം. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർ റഹീമായ റബ്ബേ,
പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതത്രയും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ, സ്വലവാച്ചുകൾ എല്ലാത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അപകടങ്ങൾ ഇറങ്ങുന്ന ഇത്തരം ദിവസങ്ങളിൽ നിന്ന്, സമയങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ. സ്വസ്ഥതയുള്ള ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അത്തരം അദാബുകളെ ഇറക്കല്ലേ അല്ലാ. നിൻ്റെ പ്രത്യേകമായ പരിരക്ഷ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇണകൾക്ക്, സന്താനങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, നാമുമായി ബന്ധപ്പെട്ട, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തർക്കും നിൻ്റെ കാവലേകണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ അസുഖബാധിതരുണ്ട്, എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാ. യാ റബ്ബന കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാ. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. അദബുള്ള ഖുശൂഉള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവനെ എല്ലാവിധ പഠനങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. നല്ല എക്സാമുകളിലെല്ലാം ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ. മാതാപിതാക്കളെ, അതുപോലെ തന്നെ ഇണകളെ, സന്താനങ്ങളെ എല്ലാവരെയും സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ തന്നെയും സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. അതുപോലെ തന്നെ യാ റബ്ബന വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. എല്ലാ ദിവസവും സ്വബാഹുൽ ഖൈറിൽ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, താല്പര്യത്തോടെ പങ്കെടുക്കുന്നവരുണ്ട്. അവരെ നീ താല്പര്യത്തോടെ നോക്കണേ അല്ലാ. റഹമുറാഹിമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈ മനസ്സിലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഒരുപാട് ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ്. യാ റബ്ബന ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.